Then third chapter about climate. All of you listen. What is weather? Some days are hot while some are cold or rainy. The condition of the atmosphere at a certain time and place is called weather. Temperature is the degree of hotness or coldness of a place. So, can you hear about weather, temperature, climate, etc.? Anybody? Can you hear? Did you hear about these? കേട്ടിട്ടുണ്ടോ ഇതിനെയൊക്കെ കുറിച്ച്? കേട്ടിട്ടുണ്ടല്ലേ? നോക്ക്. What is weather? What is climate? What is temperature? What is the difference between these terms? ഇപ്പൊ എന്താ വെതർ, ക്ലൈമറ്റ്, ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ലിസൺ, നോക്ക്. സം ഡേയ്സ് ആർ ഹോട്ട് വൈൽ സം ആർ കോൾഡ് ഓർ റെയിനി. നമുക്കറിയാം ചില ദിവസങ്ങളിൽ സം ഡേയ്സ് ആർ വെരി ഹോട്ട് അല്ലെ, സം ഡേയ്സ് ആർ വെരി റെയിനി അല്ലെ, ഓൾവേസ് റെയിനിങ് ഇൻ സം ഡേയ്സ് ആർ വെരി ഹോട്ട്. ദ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ സർട്ടൻ ടൈം ആൻഡ് പ്ലേസ് ഈസ് കോൾഡ് വെദർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? വെദർ എന്ന് പറയാം. All of you listen. Some days are we can see അല്ലെ, we can watch. Some days are very hot, some days are very cold, some days full of raining അല്ലെ. Then this condition of the atmosphere at a certain place or a time is known as weather. ഇതിനെയാണ് നമ്മൾ വെദർ എന്ന് പറയുക. അതായത് അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ, ഈ കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ വെദർ എന്ന് പറയാ. മനസ്സിലായോ? കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് എ certain place or time, this is known as weather. All of you please underline. Then certain atmospheric condition നമ്മൾ വെദർ എന്ന് പറയും. Then hotness and coldness, degree of hotness and coldness is known as temperature. അതായത് ചൂടിന്റെയോ തണുപ്പിന്റെയോ ഡിഗ്രീസിനെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയും. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, മിസ് പറയാം. അതായത് the condition of the atmosphere certain place or time, ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെ നമ്മൾ വെദർ എന്നും, then degree of hotness and coldness, ചൂടിന്റെയോ തണുപ്പിന്റെയോ ആ ഒരു ഡിഗ്രീനെ നമ്മൾ ടെമ്പറേച്ചർ എന്നും പറയും. Have you understood the difference between temperature and weather? Yes, I will repeat. All of you listen. The condition of the atmosphere, certain time or place is known as weather. Then degree of the hotness and coldness is known as temperature. അതായത് ചൂടിന്റെ അളവിനെ അല്ലെങ്കിൽ തണുപ്പിന്റെ അളവിനെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയും അല്ലെ. വാർത്തയൊക്കെ കേൾക്കും, നമുക്കറിയാം ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണ് കണ്ണൂര്, ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണ് കോഴിക്കോട് എന്നൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ് ഈസ് നോൺ ആസ് ടെമ്പറേച്ചർ. Then condition of the atmosphere at a certain time or place is known as weather. So we have understood the difference between temperature and weather. Okay. Yes. Next one climate ആണ് ട്ടോ. Next one climate നോക്കാം. All of you listen the next paragraph. Change in weather is caused by the alternative heating and cooling of air. Heat causes air to move. It also changes water into vapor. The average weather conditions of a place for a very long time, say about 40 years, is known as climate. The climate പറഞ്ഞാലേ ചേഞ്ച് ഇൻ വെദർ അല്ലെ. നമുക്കറിയാം അവർ വെദർ ഈസ് ചേഞ്ചിങ് അല്ലെ, ഡേ ബൈ ഡേ ഓർ ഇയർ ബൈ ഇയർ. നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ അല്ലെങ്കിൽ വെദർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാ വെദർ? വാട്ട് ഈസ് ദ റീസൺ ഫോർ വെദർ ചേഞ്ചിങ്? വി ഡിസ്കസ് വെദർ ഈസ് ചേഞ്ചിങ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ വെദർ ചേഞ്ചിങ്? എന്താ കാരണം നമ്മുടെ വെദർ ചേഞ്ച് ആവാൻ? നോക്ക, ഓൾട്ടർനേറ്റീവ് ഹീറ്റിംഗ് ഓർ കൂളിംഗ് ഓഫ് എയർ. അതായത് നമ്മുടെ എയറിന്റെ ചൂടോ തണുപ്പോ, ഓൾട്ടർനേറ്റീവ് ചൂടും തണുപ്പും എന്തിന് കാരണമാകും? വെദർ ചേഞ്ചിങ്ങിന് കാരണമാവും. മനസ്സിലായോ? അപ്പൊ വെദർ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു
weather changing is the condition of atmosphere at a certain place or time. This weather is changing due to the alternative heating and cooling. അതായത് അന്തരീക്ഷത്തിലെ ചൂടിന്റെയോ തണുപ്പിന്റെയോ അടിസ്ഥാനത്തില് ഈ വെതർ ചേഞ്ച് ആവുന്ന പറഞ്ഞത്. മനസ്സിലായോ? യെസ്. ഇറ്റ് ഓൾസോ ചേഞ്ചസ് വാട്ടർ ഇൻടു വേപ്പർ. നമ്മൾ പറഞ്ഞു heating or cooling of air caused the weather changing. Then it also water into vapor. ഇതെന്തായി മാറും? നമ്മൾ പറഞ്ഞു വെതർ ചേഞ്ച് ഉണ്ട്. അപ്പൊ വാട്ടർ എന്തായി മാറും? വേപ്പർ ആയി മാറും. എന്താ വേപ്പർ എന്ന് പറഞ്ഞാൽ മക്കളെ? വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പർ എന്ന് പറഞ്ഞാല് നീരാവി അല്ലെ? ആ വെള്ളം നീരാവിയാവും, പുക പോലെ മുകളിലോട്ട് പോകുന്നാണെന്നില്ലേ? അപ്പൊ വാട്ടർ ഇൻടു വേപ്പർ. The cause of alternative heating and cooling of air, water changes into water vapor. മനസ്സിലായോ? Yes. Then the average weather conditions of a place for a long time. അതായത് weather condition, average weather condition എന്ന് പറയുന്നത് കുറെ കാലത്തേക്ക് ഉണ്ടാവുന്ന പറഞ്ഞത്. About 40 years. അത് ഏകദേശം 40 വർഷമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയാം. എന്താ ക്ലൈമറ്റ് പറഞ്ഞാല്? എന്താ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നോക്കുക. ചേഞ്ചസ് of weather is changing due to alternative cooling and heating of air. During some seasons weather is changing due to the alternative heating and cooling of air. This is also changes water into vapor. അന്തരീക്ഷത്തിലെ ചൂടിന്റെയോ തണുപ്പിന്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ കാലാവസ്ഥയ്ക്ക് മാറ്റം വരും. അതെന്തിനെ? വാട്ടറിനെ വാട്ടർ വേപ്പർ ആക്കും അല്ലെ? നല്ലവണ്ണം വെള്ളം വെയിലുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? തോട്ടിലൊക്കെ വെള്ളം വറ്റില്ലേ? എന്താ സംഭവിക്കുക? അപ്പൊ അത് വാട്ടർ വേപ്പറായി മാറും അല്ലെ? വാട്ടർ നീരാവിയായി മുകളിലോട്ട് പോകും. അത് വീണ്ടും എന്ത് ചെയ്യും? മഴയായി പെയ്യുന്നത്. അപ്പൊ ഇത് എന്തിന് കാരണമാവും? വെതർ ചേഞ്ചിന് കാരണമാവും. ഇപ്പൊ ആവറേജ് വെതർ കണ്ടീഷൻസ് ഓഫ് എ പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലൈമറ്റ് എന്ന് പറയാം. മനസ്സിലായോ? Average weather conditions of a place is known as climate. In this chapter we studied 3 terms. Which are they? Which are the 3 terms studied in this lesson? Climate, weather, temperature. Climate, weather, temperature. Then temperature means degree of hotness and coldness അല്ലെ? hotness and coldness, degrees of hotness and coldness is known as temperature. Then weather എന്ന് പറഞ്ഞാല് condition of the atmosphere at a certain time or place. ഒരു സ്ഥലത്തെ certain condition, അതായത് condition of atmosphere-നെയാണ് നമ്മൾ weather എന്ന് പറയാ. ഇനി climate എന്ന് പറഞ്ഞാലോ? average weather condition of a place അല്ലെ? average weather condition of a place is known as climate. Then our weather is changing. Our weather is always changing due to the heating and cooling of air. Then pinenda varnade? This due to the heating and cooling, our water changes into vapor അല്ലെ? ഇതൊക്കെ എന്തിനു കാരണമാവും? വെതർ മാറിക്കൊണ്ടിരിക്കാൻ കാരണമാവും. ഇത്രയും മനസ്സിലായോ? മിസ് പറഞ്ഞ ഇത്രയും മനസ്സിലായോ? ഉറപ്പല്ലേ? യെസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് അഫക്ട്സ് ക്ലൈമറ്റ്? ഇനി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആവറേജ് വെതർ കണ്ടീഷൻസ് ഓഫ് എ പ്ലേസ് ആണ് ക്ലൈമറ്റ്. ആവറേജ് വെതർ കണ്ടീഷൻ ഓഫ് എ പ്ലേസ് ഈസ് നോൺ ആസ് ക്ലൈമറ്റ്. Then some factors affect the climate. Some factors are affected this climate. ഈ ക്ലൈമറ്റിനെ കുറെ കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. ഫസ്റ്റ് ഫാക്ടർ ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. നോക്കാം. The earth's surface is heated by the rays of the sun. Places on and near the equator get direct rays of the sun. So the closer a place is to the equator, the hotter is its climate. The closer a place is to either the North Pole or South Pole, the colder is its climate. എന്താ നോക്കുക. അതായത് പറഞ്ഞത് the surface is heated by the rays of the sun. Earth's surface is heating അല്ലെ? Surface of the earth is heating
ബൈ ദ റേസ് ഓഫ് സൺ. സൂര്യന്റെ പ്രകാശരശ്മികൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷം എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ചൂടാകുന്നു ഇല്ലേ? അല്ലേ? അവർ എർത്ത് സർഫേസ് ഈസ് ഹീറ്റിംഗ് ഡ്യൂ ടു ദ റേസ് ഓഫ് സൺ. Then sun rays is coming to the earth surface, then earth surface is heating. Yes. Places on and near the equator get direct rays of sun. അതായത് ഇക്വേറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ near the equator, places near the equator or on the equator got direct sun rays. അതായത് ഇക്വേറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിലോ ഇക്വേറ്ററിലോ ഡയറക്റ്റ് സൺറൈസ് കിട്ടും. അപ്പൊ ഡയറക്റ്റ് സൺറൈസ് കിട്ടും, വാട്ട് ഹാപ്പൻ ദം? എന്ത് സംഭവിക്കും അവിടെ? ചൂട് കൂടുതലായിരിക്കോ തണുപ്പായിരിക്കോ? എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും അല്ലേ? അല്ലേ? നിയർ ദ ഇക്വേറ്റർ ഗോട്ട് ദ സൺറൈസ് ഡയറക്ട്ലി, സോ ദാറ്റ് പ്ലേസ് വിൽ ബി ഹോട്ടർ. നന്നായി ചൂടായിരിക്കും അല്ലേ? അതാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാറ്റ് ഹോട്ടർ ഈസ് ദാറ്റ് ക്ലൈമറ്റ് ഓഫ് ദാറ്റ് പ്ലേസ്. ഇനി ഇക്വേറ്ററിന് ബാക്കി ദൂരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇക്വേറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടുവോ തണുപ്പ് കൂടുവോ? അല്ല, ചൂട് കുറയോ? എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു നിയർ ദ ഇക്വേറ്റർ, ദ പ്ലേസസ് നിയർ ദ ഇക്വേറ്റർ ഗോട്ട് ഡയറക്റ്റ് സൺറൈസ്, സോ ദാറ്റ് പ്ലേസ് വിൽ ഗെറ്റ് ഹോട്ടർ പ്ലേസ്. നന്നായി ചൂടുള്ള സ്ഥലമായിരിക്കും. അപ്പൊ ഇക്വേറ്ററിൽ നിന്ന് ദൂരത്തോട്ട് പോകുന്നതിനനുസരിച്ച് ചൂടിന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അല്ലേ? Degrees of hotness is decreasing from equator to poles. പോൾസിൽ നിന്ന് പോകുമ്പോ. അപ്പൊ ഇതാണ് ഇക്വേറ്റർ. All of you listen. Please listen. This one, model of Earth. This is the model of Earth. For central line, കണ്ടോ? Central line, that is equator. അതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇക്വേറ്ററിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ കണ്ടോ? ഇക്വേറ്ററിന്റെ അടുത്തുള്ള രണ്ട് സ്ഥലങ്ങൾ കണ്ടോ? അപ്പുറവും ഇപ്പുറവും. അവിടെ ഭയങ്കര ചൂടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അവിടെ അതിനടുത്തുള്ള ഇക്വേറ്റർ, നിയർ ദ പ്ലേസസ് നിയർ ദ ഇക്വേറ്റർ, പ്ലേസസ് ഓഫ് നിയർ ദ ഇക്വേറ്റർ ഫീലിംഗ് ഹോട്ട്നെസ് അല്ലെ, മോർ ഹോട്ട്നെസ് ദാൻ അതർ പ്ലേസ്. ദെൻ ഫ്രം ഇക്വേറ്റർ ടു പോൾസ്, കണ്ടോ? ഫ്രം ഇക്വേറ്റർ ടു പോൾസ് അല്ലെങ്കിൽ ഇക്വേറ്റർ ടു പോൾസ്, നോർത്തിലേക്ക്, ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോഴും ഇക്വേറ്ററിൽ നിന്ന് സൗത്തിലേക്ക് പോകുമ്പോഴും എന്ത് സംഭവിക്കും? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഈസ് ഡിക്രീസിങ്. നമ്മുടെ ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അടുത്ത ഇക്വേറ്ററിന് അടുത്താവുമ്പോൾ നന്നായി ചൂട് കിട്ടും. ഇക്വേറ്ററിൽ നിന്ന് അകലത്തിലേക്ക്, നോർത്ത് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് ഹോട്ട്നെസ് ഈസ് ഡിക്രീസിങ്. ഓക്കെ? ഇനി അതാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു എന്താണ് ഇക്വേറ്റർ എന്താണെന്ന് പറഞ്ഞു. ദ സെൻട്രൽ ലൈൻ. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഇക്വേറ്റർ? ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി ലൈൻ അല്ലേ? ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഇറ്റ് ഡിവൈഡഡ് എർത്ത് ഇൻടു 2 പാർട്സ്. എർത്തിനെ രണ്ടായി ഈക്വൽ പാർട്സ് ആയി ഭാഗിക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഇത് ഇക്വേറ്റർ. All of you listen. Equator is an imaginary line that divided the earth into 2 parts, 2 equal parts, northern hemisphere and southern hemisphere. അതായത് ഇക്വേറ്ററിനെ നമ്മുടെ എർത്തിനെ ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന ഏതൊക്കെ? നോർത്തേൺ പാർട്ടും സദേൺ പാർട്ടുമായി ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഇക്വേറ്റർ. ഓക്കെ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് വെദർ, വാട്ട് ഈസ് ക്ലൈമറ്റ്, വാട്ട് ഈസ് ടെമ്പറേച്ചർ. Then പിന്നെ നമ്മൾ പറഞ്ഞു the places near the equator on the equator feels hotness. Then from equator to north pole അല്ലെങ്കിൽ from equator to north pole degrees, hotness of the degrees decreasing. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇക്വേറ്റർ എന്താന്ന് പറഞ്ഞു. ഇക്വേറ്റർ എന്ന് പറഞ്ഞാല് all of you say loudly, equator is an imaginary line. Say loudly. Equator is an imaginary line that divides earth into 2 equal parts. That divides earth into 2 equal parts. എർത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഇക്വേറ്റർ. മനസ്സിലായോ? Can I take the next factor? Next one? Yes. Next one, altitude. Next one, altitude. Listen.
മുഹമ്മദ് പ്ലീസ് ലിസൺ. yes മുഹമ്മദ് പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. പാഠം മനസ്സിലായിട്ടില്ല. ഇപ്പൊ കേറിയതേ ഉള്ളൂ മുഹമ്മദേ. ആ വെയിറ്റ് ചെയ്യട്ടോ, ഒന്നും കൂടെ മിസ് പറഞ്ഞു തരാവേ. വെയിറ്റ് ചെയ്, പ്ലീസ് വെയിറ്റ്. ഏഞ്ചൽ മനസ്സിലായോ? ഏഞ്ചലേ, ലക്ഷ്മിപ്രിയ, ഷഹബാസ്, സായി കൃഷ്ണ, ഹന്ന, എഡ്വിൻ, ഷഹന, ഷെറിൻ, ഷിസ, ജോസി. അപ്പൊ മുഹമ്മദ് ഇപ്പൊ കയറിയതേ ഉള്ളൂ. മുഹമ്മദിന് വേണ്ടി ഒന്നും കൂടെ പറയാം. ഇൻ ദിസ് ചാപ്റ്റർ വി ഡിസ്കസ്ഡ് about climate, temperature, weather. Then weather means condition of the atmosphere at a certain time or place. ഒരു സ്ഥലത്തെ certain condition of atmosphere നെയാണ് നമ്മൾ weather എന്ന് പറയാ. പിന്നെ degrees of hotness and coldness, ഒരു അന്തരീക്ഷത്തിലെ ചൂടിന്റെയോ തണുപ്പിന്റെയോ അളവിനെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞ ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ ഓഫ് എ പ്ലേസ് അല്ലെ? കണ്ടീഷൻ ഓഫ് എ പ്ലേസ്, കണ്ടീഷൻ ഓഫ് എ വെദർ കണ്ടീഷൻ ഓഫ് എ പ്ലേസ് ഈസ് നോൺ ആസ് ക്ലൈമറ്റ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രം ഇക്വേറ്റർ ടു നോർത്ത് പോൾ അല്ലെങ്കിൽ ഇക്വേറ്റർ ടു സൗത്ത് പോളിലേക്ക് പോകുമ്പോൾ ചൂട് കുറഞ്ഞു വരും. അപ്പൊ നിയർ ദ ഇക്വേറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും? ചൂട് നന്നായി ഫീൽ ചെയ്യും. കാരണം എന്തുകൊണ്ടാ? ഇക്വേറ്ററിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ നന്നായി ചൂടുണ്ടാവാൻ കാരണം എന്താ? ഡയറക്റ്റ് സൺറൈസ് അല്ലേ? ഗോട്ട് ഡയറക്റ്റ് സൺറൈസ് അല്ലെ? നിയർ ദ ഇക്വേറ്റർ feels hotness because it got direct sunrays from the sun. സൂര്യനിൽ നിന്ന് രശ്മികൾ ഡയറക്റ്റ് ആയി പതിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇക്വേറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ ചൂട് കൂടുതൽ. പിന്നെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? പിന്നെന്താ പറഞ്ഞത്? എന്താണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഇക്വേറ്റർ? ഇക്വേറ്റർ മീൻസ്, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഒരു ഇമാജിനറി ലൈൻ ആണ്. ഇതെന്ത് ചെയ്യുന്നു? This equator divides the earth into two equal parts. രണ്ട് പാർട്ടായി ഭൂമിയെ ഡിവൈഡ് ചെയ്യുന്നു. നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. നോർത്ത് പാർട്ട് എന്നും സൗത്ത് പാർട്ട് എന്നും അല്ലെ? എർത്ത് ഈസ് ജസ്റ്റ് ലൈക്ക് എ സർക്കിൾ. ഒരു സർക്കിൾ പോലെയാണ്. അപ്പം രണ്ട് സെമി സർക്കിളായി ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഇക്വേറ്റർ. ഓക്കെ, യെസ്. ഓക്കെ മുഹമ്മദേ, ദെൻ നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? വാട്ട് അഫക്ട്സ് ക്ലൈമറ്റ്? ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഫാക്ടർ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്നുള്ള ദൂരം ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞ എന്താണ്? ഇക്വേറ്ററിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ സൺറൈസ് ഡയറക്റ്റ് പതിക്കുന്നതുകൊണ്ട് അവിടെ ചൂട് കൂടുതലായിരിക്കും. ഫസ്റ്റ് ഫാക്ടർ അഫക്ട്സ് ദ ക്ലൈമറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ ഈസ് ഫസ്റ്റ് ഫാക്ടർ അഫക്ട്സ് ക്ലൈമറ്റ്. ഓക്കെ, ഹന്ന, why are you laughing there? എന്താ ഹന്ന അവിടെ ചിരിക്കുന്നേ? ആരാ അടുത്ത്? ചേച്ചി ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആൾട്ടിറ്റ്യൂഡ്. നെക്സ്റ്റ് പോയിന്റ് ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് ഈസ് ദ നെക്സ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ഫാക്ടർ അഫക്ട് ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ ആണ് ഏത്? ആൾട്ടിറ്റ്യൂഡ്. ഇനി എന്താ മക്കളെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ആൾട്ടിറ്റ്യൂഡ്? എന്താ ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാല്? ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് കേട്ടോ. നോക്ക, ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് ഇറ്റ്സ് ഹൈറ്റ് അബവ് ദ സീ ലെവൽ. ദ വെദർ ഇൻ ദ ഹിൽ സ്റ്റേഷൻസ് ഈസ് കൂൾ ഈവൻ ഇൻ സമ്മർ. വൈ ഈസ് ഇറ്റ് സോ? ദ സൺ ഹീറ്റ് ദ എർത്ത് സർഫേസ്. ദ ഹീറ്റഡ് എർത്ത് സർഫേസ് ഇൻ ടേൺസ് heat the atmosphere. Since higher altitudes receive indirect rays of the sun, the higher we go, the cooler it is. അപ്പം height ആണ് altitude. Altitude is the second factor affects the climate. Climate നെ affect ചെയ്യുന്ന second factor ആണ് altitude. First factor ഏതായിരുന്നു? Distance from the equator. Then altitude of a place is its height above the sea level. അതായത് സമുദ്രത്തിന് മുകളിലുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. വാട്ട് ഈസ് ആൾട്ടിറ്റ്യൂഡ്?
All of you please underline. The altitude of a place is its height above the sea level. അതായത് കടലിന്റെ ലെവലിന് മുകളിലുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. നോക്കാം. The weather in the hill stations is cool even summer. അതായത് ഹിൽ സ്റ്റേഷൻസ് സമ്മർ സീസണിൽ ഹിൽ സ്റ്റേഷൻ ഒക്കെ എന്തായിരിക്കും? കൂൾ ആയിരിക്കും, തണുപ്പായിരിക്കും. Why is it so? എന്തുകൊണ്ടായിരിക്കും? ഹിൽ സ്റ്റേഷൻ weather in the hill stations is cool in the summer season. During the summer season, hill station is very cool because what is the reason? നോക്കാം. The sun heats the earth's surface. Already നമ്മൾ പറഞ്ഞതാണ് സണ്ണ് സൂര്യന്റെ പ്രകാശം പതിക്കുന്ന ഭൂമിയിലേക്ക് ഡയറക്റ്റ് പതിക്കുമ്പോൾ അവിടെ എർത്തിന്റെ സർഫേസ് ചൂടാവുന്നു അല്ലെ? Earth surface is heating during the affection of sunrise അല്ലെ? അതായത് സൺറൈസ് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഭൂമിയുടെ ഉപരിതലം ചൂടാകുമെന്ന് നമ്മൾ പറഞ്ഞു. The heated earth surface in turn heats the atmosphere. അതായത് ഇങ്ങനെ എത്തുന്ന ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന ഈ ചൂട് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കും അല്ലെ? Since higher altitudes receive indirect rays of the sun. അതായത് ഹയർ ആൾട്ടിറ്റ്യൂഡ്, ഹയർ നമ്മൾ പറഞ്ഞു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ഹൈറ്റ് അബവ് ദ സീ ലെവൽ ആണ്. അതായത് നമ്മുടെ സമുദ്രത്തിന് ഉള്ള ഹൈറ്റിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ സിൻസ് ഹയർ ആൾട്ടിറ്റ്യൂഡ് റിസീവ്സ് ഇൻഡയറക്ട് റേസ് ഓഫ് ദ സൺ, അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിന് എന്ത് സംഭവിക്കും? സൺറൈറ്റ് ഡയറക്റ്റ് കിട്ടുവോ? സമുദ്രത്തിന്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് സൂര്യപ്രകാശം കൂടുതലാണ് കിട്ടുക, കുറവാണോ? എങ്ങനെയാ കിട്ടുക? ഇൻഡയറക്റ്റ് ആയിരിക്കും അല്ലെ? പെട്ടെന്ന് കിട്ടുവോ? സമുദ്രത്തിന് ആഴം കൂടുന്നതിനനുസരിച്ച് ഇൻഡയറക്റ്റ് സൺറൈസ് ആയിരിക്കും. അപ്പൊ എന്താണ്? ദ ഹയർ വി ഗോ ദ കൂളർ ഇറ്റ് ഈസ്. അപ്പൊ അതിലേക്ക് പോകുന്നതിനനുസരിച്ച് ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടെ തണുപ്പായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ പറയാം. സെക്കൻഡ് ഫാക്ടർ അഫക്ട്സ് ദ ക്ലൈമറ്റ് ഈസ് altitude. Altitude means height above the sea level. കടലിന്റെ ഉയരത്തിനെ ഉന്നതിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. The weather in the hill stations is cool even summer. ചൂട് കാലം, നല്ല വേനൽക്കാലം വന്നാൽ പോലും ഹിൽ സ്റ്റേഷനിലൊക്കെ വളരെ തണുപ്പായിരിക്കും. കാരണം എന്താ? sun heats the earth surface. The heated earth surface in turn heats the atmosphere. അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന സൺറൈസ് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടാക്കും. നമ്മൾ പറഞ്ഞു height above the sea level is known as altitude. So the altitude is increasing receive indirect sunrays. അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഡയറക്റ്റ് സൺറൈസ് കിട്ടില്ല. സമുദ്രത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് സൺറൈസ് ഡയറക്റ്റ് കിട്ടില്ല, ഇൻഡയറക്റ്റ് സൺറൈസ് ആയിരിക്കും. അപ്പൊ അവിടെ എന്തായിരിക്കും? തണുപ്പായിരിക്കും. അപ്പൊ ഡയറക്റ്റ് സൺറൈസ് കിട്ടുമ്പോഴാണ് അവിടെ ചൂടുണ്ടാവുക. മനസ്സിലായോ? ഡയറക്റ്റ് സൺറൈസ് കിട്ടുമ്പോൾ അവിടെ ചൂടുണ്ടാവും. അപ്പൊ നമ്മുടെ എർത്ത് സർഫേസിൽ നമ്മുടെ ഇക്വേറ്ററിനടുത്ത് ഡയറക്റ്റ് സൺറൈസ് കിട്ടും, അവിടെ ചൂടായിരിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് സമുദ്രത്തിന്റെ ഉന്നതിയാണ്. അപ്പൊ സമുദ്രത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത്? സൺറൈസ് ഡയറക്റ്റ് കിട്ടില്ല, ഇൻഡയറക്റ്റ് സൺറൈസ് ആയിരിക്കും. അപ്പൊ അവിടെ എന്തായിരിക്കും? തണുപ്പായിരിക്കും, ചൂടല്ല. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാ ഹിൽ സ്റ്റേഷൻസില് സമ്മർ സീസണിലും കൂളാവാൻ കാരണം എന്ന് മനസ്സിലായോ? ഡ്യൂറിങ് സമ്മർ സീസൺ hill station is very cooling because the earth is heated, earth surface is heating. This heat surface affects the atmosphere. It in turn heats the atmosphere. Since higher altitude receive indirect rays of the sun, so higher we go, the cooler it is. അപ്പൊ സമുദ്രത്തിന്റെ ആഴം കൂടുന്നതിന് ആഴത്തിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാ. അപ്പൊ സമുദ്രത്തിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് സൺറൈസ് ഡയറക്റ്റ് ആയി കിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ തണുപ്പ്. സമ്മർ സീസൺ ആയാലും അവിടെ തണുപ്പാണ്. ഓക്കെ, മനസ്സിലായോ? തേർഡ് പോയിന്റ്, ഡിസ്റ്റൻസ് ഫ്രം ദ സീ. നെക്സ്റ്റ് ഫാക്ടർ അഫക്ട് ദ ക്ലൈമറ്റ് ഈസ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. നോക്കുക, cities near the sea like Mumbai and Chennai are neither very hot nor very cold. In summer, the sea and the air above it heats up slower.
than the land and the air over it. Thus, cool air blows in from the sea. But second factor affects the climate is distance from the sea. അതായത് സമുദ്രത്തിൽ നിന്നുള്ള ദൂരവും ഏതിനെ അഫക്ട് ചെയ്യും? ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യും. Cities near the sea like Mumbai and Chennai, അതായത് കടലിന് അടുത്തായി കിടക്കുന്ന സിറ്റീസ് ആയ മുംബൈയും ചെന്നൈയും അവിടെ എന്തായിരിക്കും? neither very hot nor very cold. അപ്പം cities like Mumbai and Chennai are located near the sea. So these cities neither very hot and nor very cold. In summer, the sea and the air above it heats up slower than the land and the air over it. എന്താ അതിൽ അങ്ങനെ പറഞ്ഞാല്? ആ സെന്റൻസിന്റെ അർത്ഥം എന്താ? In summer സീസണില് the sea and the air above it heats up. കടലും എയറും എന്ത് ചെയ്യും? ചൂടാവും. സ്ലോവർ, എങ്ങനെ ചൂടാവുള്ളൂ? സ്ലോവർ ദാൻ ലാൻഡ്. ഭൂമിനെക്കാട്ടിലും സ്പീഡ് കുറഞ്ഞു മാത്രമേ അവിടെ ചൂടാവുള്ളൂ. കടലിനടുത്തുള്ള സ്ഥലങ്ങളില് ബാക്കിയുള്ള ലാൻഡ് ചൂടാകുന്നത് പോലെ കടലിനടുത്തുള്ള രാജ്യങ്ങൾ ചൂടാകില്ല, അതായത് ഹീറ്റ് കിട്ടില്ല. Thus cool air blows from the sea. അങ്ങനെ കടലിൽ നിന്നുള്ള തണുത്ത കാറ്റ് അങ്ങോട്ട് പതിക്കുമ്പോ അവിടെ എന്തായിരിക്കും? തണുപ്പായിരിക്കില്ലേ? അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? Mumbai and Chennai are the towns near the sea. Then these places neither hot nor very cold. The sea and the air above it heats up slower than land. അതായത് ലാൻഡ് ചൂടാകുന്നത്രയും മറ്റുള്ള സ്ഥലങ്ങൾ ചൂടാകുന്നത്രയും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചൂട് കിട്ടുന്നത്രയും എവിടെ കിട്ടില്ല? കടലിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ചൂട് കിട്ടില്ല. അവിടുന്ന് മാത്രമല്ല തണുത്ത കാറ്റാണ് വീശുക. മനസ്സിലായോ? ഇതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഇത്രയും നമ്മൾ നോക്ക്. ടൈം കഴിയാനായി, ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് വെദർ, ക്ലൈമറ്റ്, ടെമ്പറേച്ചർ, പിന്നെ affects the factors of climate, അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാല് ഡിഗ്രീസ് ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ് ആണ്. പിന്നെ വെദർ എന്ന് പറഞ്ഞാല് കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ സർട്ടൈൻ ടൈം ഓർ പ്ലേസ്. പിന്നെ വെദർ കണ്ടീഷൻ ഓഫ് എ പ്ലേസ് ഈസ് നോൺ ആസ് ക്ലൈമറ്റ്. ഓക്കെ, യെസ്. ദെൻ 4 factors affect the climate. അതായത് 3 or more factors affect the climate. ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ. അതായത് ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഇറ്റ് ഡിവൈഡ്സ് എർത്ത് ഇൻടു 2 equal parts. എർത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഇക്വേറ്റർ. യെസ്. പിന്നെ ഈ ഡിസ്റ്റൻസ് ഫ്രം ദ ഇക്വേറ്റർ അഫക്ട്സ് ദ ക്ലൈമറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ദ പ്ലേസസ് നിയർ ദ ഇക്വേറ്റർ ഗെറ്റ് ഡയറക്റ്റ് സൺറൈസ്. സോ these areas are very hot. Clear? Okay? Yes. പിന്നെ നമ്മൾ പറഞ്ഞത് പിന്നെന്തായിരുന്നു പറഞ്ഞേ? പിന്നെ നെക്സ്റ്റ് ഫാക്ടർ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് above sea level. പ്ലേസ് ഓഫ് എ ഹൈറ്റ് above sea level. കടലിന്റെ മുകളിലുള്ള ആ ഉയരത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈറ്റ് എന്ന് പറയാ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാ. ആൾട്ടിറ്റ്യൂഡ് ഈസ് ആൻ അനദർ ഫാക്ടർ അഫക്ട് ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ ആണ് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ ഡ്യൂറിങ് സമ്മർ സീസൺ ഹിൽ സ്റ്റേഷൻ ഈസ് വെരി കൂൾ. ബിക്കോസ് എന്തുകൊണ്ടാ? ദ സൺ heat the earth surface. The heated earth surface affect the atmosphere. Since higher altitudes receive indirect rainfall. അതായത് ഹയർ ആൾട്ടിറ്റ്യൂഡ് ഉന്നതി കൂടുന്നതിനനുസരിച്ച് ഇൻഡയറക്റ്റ് സൺറൈസേ കിട്ടുള്ളൂ, ഡയറക്റ്റ് ആയി സൺറൈസ് കിട്ടില്ല. അതുകൊണ്ട് അവിടെ എന്താണ്? തണുപ്പായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഡ്യൂറിങ് സമ്മർ സീസൺ ഹിൽ സ്റ്റേഷൻസ് ആർ വെരി കൂൾ. ഡ്യൂറിങ് സമ്മർ സീസൺ ഹിൽ സ്റ്റേഷൻസ് ആർ വെരി കൂൾ ബിക്കോസ് it cannot receive direct sunrays. മനസ്സിലായോ? ഡയറക്റ്റ് ആയി സൺറൈസ് കിട്ടാത്തത് കൊണ്ടാണ് അവിടെ തണുപ്പ്. പിന്നെ തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. കടലിൽ നിന്നുള്ള ദൂരം എന്തിനെ അഫക്ട് ചെയ്യും? ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യും.
distance from the sea also affect the climate. Then Mumbai and Chennai are the towns near the sea. അപ്പൊ കടലിനടുത്തുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും തണുപ്പായിരിക്കും. കാരണം തണുപ്പ് കിട്ടും. കാരണം തണുപ്പും കിട്ടും ചൂടും കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ നിന്നുള്ള തണുത്ത കാറ്റാണ് വീശുന്നത്. അപ്പൊ അവിടെ തണുപ്പായിരിക്കും അല്ലെ? ഇത്രയും മനസ്സിലായോ? Who will read the lesson loudly? Who will read? മുഹമ്മദ്. Yes, പറഞ്ഞ മോനെ. ഞാൻ വായിക്കാം. Yes, you can read now. All of you listen. Muhammad is reading. Okay. About climate. Okay. What is weather? Some days are hot while some are cold or rainy. The condition of the atmosphere at the creation time and place is called weather. Temperature is a degree of hotness. Degree, not a degree. Degree of hotness or coldness of a place. Okay, very good, Muhammad. Please stop. Second paragraph. Yes, Hannah. A change in weather is caused by the alternate heating and cooling of air. Heat causes air to move. It also changes water into vapor. The average weather conditions of a place for a very long time, say about 40 years, is known as climate. What affects climate? Distance from the equator. The Earth's surface is heated by the rays of the sun. Places on and near the... Hannah, please stop. മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. Our time is going to over. അപ്പം ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ദിവസം ചാൻസ് തരാം കേട്ടോ. ഏഞ്ചലേ നെക്സ്റ്റ് ഡേ. അപ്പം we have only 3 minutes more. അപ്പോൾ your homework ഏതാണെന്നറിയോ? അവിടെ ഒരു ഹീറ്റ് സോണിന്റെ പിക്ചർ കണ്ടോ മക്കളെ? Can you see the diagram of heat zones of the earth? Page number 207. Heat zones of the earth. Please draw this diagram in your notebook. Yes, Hannah. Yes, Edwin. ഇതെന്ത് ചെയ്യണം? നോട്ടിലേക്ക് വരക്കുക കേട്ടോ. മുഹമ്മദെ പറഞ്ഞ മോനെ. മിസ്സേ, പിന്നെന്ന് വെച്ചാല് മിസ് ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിട്ടേ. ഏതാ ഹോംവർക്ക്? സോഷ്യൽ ഹോംവർക്ക്. എന്താ സോഷ്യലിന്റെ ഹോംവർക്ക് ഇന്നലത്തെ? ഇന്നലെ ഞാൻ ഇല്ലായിരുന്നല്ലോ. ഏതാ നോട്ട്സ് എഴുതാനായിരുന്നോ? അത് 5th 6th ആൻസർ ആണ്. അത് നിങ്ങൾ അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ തന്നെ നോട്ടിൽ എഴുതിയാലും മതി. ഓക്കെ. എഡ്വിൻ പറഞ്ഞ മോനെ. മിസ് ഇപ്പൊ പറഞ്ഞ ഹീറ്റ് സോൺ ഓഫ് ദ എർത്ത് വരയ്ക്കാൻ പറഞ്ഞില്ലേ? അപ്പം ആ സർക്കിൾ വരച്ചിട്ട് അതിനകത്തുള്ള അത് കളർ കൂടെ ചെയ്യണം കേട്ടോ. അത് എഴുതുവാൻ വേണം, കളറും ചെയ്യണം. ഇത് അതുപോലെ തന്നെ വരക്കുക, സർക്കിൾ വരക്കുക. ഓരോ സോൺസ്, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, അതൊക്കെ ഉണ്ട്. നാളെ പറഞ്ഞുതരാം എന്താന്ന്. അപ്പൊ അതിന്ന് അതിന്റെ പുറം ഭാഗത്ത് കുറച്ച് എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം എഴുതണം. അത് അതുപോലെ തന്നെ ചെയ്യണം. അപ്പൊ അതൊക്കെ എന്താന്ന് മിസ് നാളെ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ. ഏബലെ പറഞ്ഞ മോനെ. മിസ്സേ, സെക്കൻഡ് ചാപ്റ്ററിന്റെ ആൻസർ കിട്ടിയിട്ടില്ല ഇതുവരെ. സെക്കൻഡ് ചാപ്റ്ററിൽ എല്ലാരും ഫിനിഷ് ചെയ്തല്ലോ. ഏബൽ എവിടെ പോയി? എഡ്വിനെ ഒന്ന് ഏബലിന് നോട്ട് അയച്ചു കൊടുക്കും. ഏബലിന് നോട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. സെക്കൻഡ് ലെസന്റെ ഏബലിന്റെ നമ്പർ അറിയോ? ഏബലിന്റെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ, തരാം. ഏബല് ഇല്ലെങ്കിൽ എഡ്വിൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് ഗ്രൂപ്പിൽ ഒന്ന് നോട്ട്സ് മുഴുവൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നോക്കി ഏബല് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഏഞ്ചലെ പറഞ്ഞോ. ഇന്ന് തന്നെ ഒരു ഫോണിന്റെ അകത്ത് തന്നില്ലേ? അതെല്ലാം നോട്ട്ബുക്കിലുണ്ടല്ലോ.
അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് തന്നില്ല എന്ന് വെച്ച് നോട്ട് സെൻഡ് ചെയ്ത കേട്ടോ. മറ്റേ നോട്ട്സ് ആയാലും കുഴപ്പമില്ല. ഓക്കെ മക്കളെ, അപ്പം ഡു യുവർ ഹോംവർക്ക്. റീഡ് ദ ലെസൺ 3 times. Your homework is read the lesson 3 times. Draw the diagram of heat zones of the earth. Yes. Then Monday will be an exam. Okay. Lesson 2. Yes, Hannah. കഴിഞ്ഞു മോളെ ടൈം പറഞ്ഞോ. ഇപ്പൊ കട്ടാവും. സൈൻ ഇടണോ? സൈൻ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. ബൈ മിസ്. ബൈ. ബൈ മിസ്. Okay, bye.